ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം അറിഞ്ഞൂടെ? അത് സാർ തിരക്കിനിടയിൽ വിട്ടുപോയായിരുന്നു. എത്ര തിരക്കാണേലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകാൻ പാടുണ്ടോ കൃഷ്ണകുമാരെ? സാർ എൻ്റെ പേരെങ്ങനെ? തൻ്റെ മാത്രമല്ല, ചാക്കോ, റഹീം, ലക്ഷ്മി, വിഷ്ണു എല്ലാവരെയും എനിക്കറിയാം. പോലീസിലല്ലട പണി. എന്ന് വെച്ചാൽ നിങ്ങളാരും ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഈ നാടും നാട്ടുകാരും എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാ. അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാനിങ്ങോട്ട് വന്നേ. നമ്മുടെ നാട്ടിലെ ആയുധ ബാങ്കല്ലേ സാറേ. എന്താ ഗോപി, പ്രസിഡന്റ് എത്തിയില്ലേ? വന്നിന്, ഞാൻ വിളിക്കാം. ആ എന്നാ പിന്നെ താമസിക്കണ്ട, തുടങ്ങുമല്ലേ? തുടങ്ങാം സാർ. വിഷ്ണു നമസ്കാരം പ്രസിഡന്റ്. എല്ലാരും ആദ്യമൊക്കെ വിളിക്കുന്നു. വാ, തുടങ്ങാനായി. വാ. നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ബാങ്ക് വിഷ്ണു സാറേ. സാറോ മാനേജറൊക്കെ ആകാൻ വേണ്ടി എത്ര വർഷം പണിയെടുക്കേണ്ടി വരും സാറേ? മാനേജറോ? ആ 2 വർഷം കൊണ്ടായവരും ഉണ്ട്, 10 വർഷം എടുത്തിട്ട് ഒന്നും ആവാത്തവരും ഉണ്ട്. അതെന്നെ കണക്കാ സാറേ? കണക്കല്ല ചാക്കോ, ആ കഴിവുണ്ടെങ്കിൽ അധികം സമയമൊന്നും വേണ്ട. ആണോ? എനിക്കൊക്കെ 1 കൊല്ലം മതിയോ? ചാക്കൊക്കെ ഒരു 10 കൊല്ലെങ്കിലും വേണ്ടി വരും. അയ്യോ ചാക്കോ, പച്ചവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സോപ്പിട്ടിട്ടാണെങ്കിൽ അങ്ങനെ. ഏതാ അച്ഛ ചാക്കോന്റെ ഇഷ്ടം? കഴുകിത്തരും. ഏതാ വേണ്ടത്? ഞാൻ വൈകിയില്ലല്ലോ. ദേ ബ്രോക്കറേജ്. ആ ആശ്വാസമായി, ഫുഡ് എത്തി. നിങ്ങൾ ഇറങ്ങിക്കാണോന്ന് സംശയിച്ചു. ഇല്ലേ ചേച്ചി, സമയാവുന്നല്ലേ ഉള്ളൂ. എങ്കി വാ കഴിക്കാം. ആ വാ. ആയിക്കോട്ടെ, എന്നാ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. അതെ അതെ, ഇതുണ്ടാക്കി വെച്ച് പോയിച്ചാ മതി. കഴുകിത്തരം ചാക്കോ, ആദ്യം വയറ്റിലോട്ട് വല്ലതും കയറട്ടെ. വാ വാ, വാ. എന്റെ പൊന്നു റഹീം, ഇത് മൊത്തം തെറ്റാണല്ലോ. ഇതൊന്നും കറക്റ്റ് ഇല്ല. കറക്റ്റാ. 9 × 9 18. എന്താ ചാക്കോ, ചായ കൊണ്ടുവരാൻ വലിയ താമസമാണല്ലോ. നിങ്ങൾക്കൊക്കെ അല്ലേ ഇവിടെ പണിയില്ലാത്തുള്ളൂ, എനിക്ക് അങ്ങനെയല്ല. എന്നാ സാറേ, ഒരു 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണോ? അല്ല, അളിയന്റെ SBI അക്കൗണ്ടിലേക്കാ. കാശ് എന്തായാലും ഉണ്ട്. കാസർഗോഡ് വരെ പോയി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാ. തോട്ടത്തിൽ പണിക്കാരുണ്ട്. ഓ വേറെ ബാങ്കാണല്ലേ. ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് സാറിനോട് ചോദിച്ചിട്ട് പറയാം. ഇപ്പൊ വരൂ കേട്ടോ. നമുക്ക് തന്നെ IFSC കൂടെ ആയിട്ടില്ലല്ലോ. അപ്പോൾ അത് ഹെഡ് ഓഫീസിൽ നിന്ന് NEFT ചെയ്യേണ്ടി വരും. ഒരു 48 hours എടുക്കും. ക്യാഷ് വാങ്ങിച്ചോ? ഓക്കെ സാർ. മാഡം, എനിക്ക് എക്സാം ഫീസ് അടയ്ക്കണമായിരുന്നു. ആ DD ആയിട്ടാണോ? അതെ. ഒരു മിനിറ്റ്, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. ശരി. ഹലോ സർ, എങ്ങനെ പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ? ഗോയിങ് ഗുഡ് സർ. സർ, നമുക്ക് റിസർവ് ക്യാഷ് വളരെ കുറവാണ്. നമുക്ക് അത്യാവശ്യം ലോൺ എൻക്വയറീസും വരുന്നുണ്ട്. ഏത് ബാങ്കിലാ കൃഷ്ണമറെ ലോൺ പറയുമ്പോൾ തന്നെ എടുത്തു കൊടുത്തിട്ടുള്ളത്? ലോണിന്റെ പേരും പറഞ്ഞ് ഓരോരോ ബാങ്കുകൾ എത്ര ആൾക്കാർ അങ്ങോട്ടും കൊണ്ട് നടത്തിക്കാറുണ്ട്. നമ്മളും അതുപോലെ തന്നെ ഒരു ബാങ്കാണ്. നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും ഉണ്ടാവുന്ന പ്രോസസ്സിംഗ് ചാർജുകൾ, നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് തിരിക്കേണ്ട നോംസ് അറിയില്ലേ കൃഷ്ണകുമാറിന്? സർ, എന്നാലും നമുക്ക് കുറച്ച് റിസർവ് ക്യാഷ് ഹോൾഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു സർ. കൃഷ്ണകുമാർ, ഡെപ്പോസിറ്റ് പിടിച്ച ഫണ്ട് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ ബാങ്കിൽ കുത്തിയിരുന്ന മാത്രം പോരാ. യു ഹാവ് ടു ബി ഇൻ ദ ഫീൽഡ്. മനസ്സിലായോ കൃഷ്ണകുമാർ? വൺസ് അഗൈൻ ഐ ആം റിമൈൻഡിങ് യു, യു ആർ ഓൺലി ഓൺ പ്രൊബേഷൻ ഫോർ 6 months. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും വെദർ ജോബ് ഈസ് ഗോയിങ് ടു ബി പെർമനന്റ് ഓർ നോട്ട്. ശരി സർ. சின்ன தூங்கிட்டியா? தூங்கிட்டா. என்னாச்சு, ஒரு மாதிரியா இருக்கீங்க? ബാക്കിയുള്ള ഒറ്റ സ്റ്റാഫിനും ബാങ്കിങ് എക്സ്പീരിയൻസ് ഇല്ല. എല്ലാം പുതിയ ആൾക്കാരാ. உங்களுக்கு எக்ஸ்பீரியன்ஸ் இருக்குல்ல? சேலம் ஆஃபீஸ் மேனேஜ் பண்ணதே நீங்க தானே, அப்புறம் எதுக்கு டென்ஷன்? அழகி, அது வந்து ஃபினான்ஸ் கம்பெனி, இது வந்து பேங்க். ரெஸ்பான்சிபிலிட்டி எல்லாமே ரொம்ப ஜாஸ்தியாக இருக்கும். இப்பணியறையத்தவமாരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമോ എന്തോ. சொல்லி கொடுங்க எல்லாருக்கும். ஹெட் ஆஃபீஸ்ல இருந்து ஏதோ காசு வரும்னு சொன்னீங்கல்ல, வந்துச்சா? ഇല്ല, നാളെ വരുമായിരിക്കും. കാഷ്യർ ആരാ? ഞാനാ. ഫുൾ ക്യാഷ് എണ്ണി നോക്കിയിട്ട് സൈൻ ചെയ്ത് തരണം. മാനേജറുടെ സൈനും വേണം.
ഹെഡ് ഓഫീസിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി അല്ലേ എനിക്ക് സീൽ ചെയ്ത് വേഗം കൊടുത്തു വിട്. ആ ശരി സാർ. ആ എത്രയുണ്ട് വിഷ്ണു? സാർ 1 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. 1 ലക്ഷോ? അത്രേ ഉള്ളൂ. സാർ ഇതിലൊരു സൈൻ വേണം.